MSc അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ എന്താണ്? എന്റെ ഫ്യൂച്ചർ പ്ലാൻ IIT ബോംബെയിലോ അല്ലെങ്കിൽ UK-ലോ ഞാൻ MScക്ക് ചേരാനാണ്. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? കുറെ സംശയങ്ങളുണ്ടാവും. ഞാൻ മെയിൻ ആയിട്ട് നോക്കിയതെന്ന് വെച്ചാൽ ക്ലാസിക്കൽ മെക്കാനിക്സ്, EMT. ഇങ്ങനെ ജാം അവരുടെ ഒരു എയിം ആയിട്ട് വരുന്നില്ല, ഒരു ആംബിഷൻ ആയിട്ട് വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പഠിക്കാൻ പിന്നെ ബുദ്ധിമുട്ട്. വെറും തിയറി പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ IISc, TFR, IIT, IISER എന്നീ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്തുക, അതായത് MSc ചെയ്യുക, PhD ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു ഫിസിക്സ് വിദ്യാർത്ഥിയുടെയും ആഗ്രഹമായിരിക്കും. എന്നാൽ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന എൻട്രൻസുകൾ ഏതാണ്? ആ എൻട്രൻസുകൾക്ക് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത്? ഞാനതിന് പ്രിപ്പയർ ചെയ്താൽ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പല സംശയങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്നാൽ ഈ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ ഫിസിക്സ് ബേസ്ഡ് ആയിട്ട് ഇന്ത്യയിൽ വെച്ച് നടന്ന എല്ലാ എക്സാമുകളിലും ഉയർന്ന റാങ്ക് നേടിയ ആദിത്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ആദിത്യനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ആദിത്യൻ, വെൽക്കം. അപ്പോൾ ആദ്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. ആദ്യം തന്നെ ആദിത്യനൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഹായ്, ഞാൻ ആദിത്യൻ. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ്. ഞാൻ ഡിഗ്രി പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആദ്യം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നല്ല റാങ്കുകളൊക്കെ ഈ എക്സാമുകൾക്കൊക്കെ കിട്ടി, ഇനിയിപ്പം MSc ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ MSc അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് MSc എവിടെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ എന്താണ്? PhD എവിടെയാണ്, അല്ലെങ്കിൽ റിസർച്ച് ആണോ, അല്ല വേറെ എന്തെങ്കിലും ആണോ ആദ്യത്തിൻ്റെ ആഗ്രഹങ്ങൾ? MSc എവിടെയാണ് ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ ആദ്യം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എനിക്ക് PhD ചെയ്യാൻ ആഗ്രഹം IISc. അല്ല, IIScയിൽ PhD ചെയ്യുമ്പോൾ അവിടെ IPHD അല്ലേ, ഇന്റഗ്രേറ്റഡ് PhD അല്ലേ, MSc പ്ലസ് PhD അല്ലേ? അപ്പൊ അവിടെ ഇന്റർവ്യൂ ഉണ്ടാവൂലേ? ഉണ്ടാകും. ഇന്റർവ്യൂവിൽ ക്വാളിഫൈ ആവുകയാണ് ഞാൻ അവിടെ പോകും. അല്ലെങ്കിൽ എനിക്ക് IIT ഇപ്പോൾ ജാം ക്വാളിഫൈ ആയതുകൊണ്ട് IIT ബോംബെയിലോ അല്ലെങ്കിൽ UK-ലോ MScക്ക് ചേരാനാണ് ആഗ്രഹം. അപ്പൊ UK-ലാവുന്ന സമയത്ത് ആസ്ട്രോഫിസിക്സ് ആയിരിക്കും ഏരിയ അല്ലേ? എന്റെ ഫ്യൂച്ചർ പ്ലാൻ ആസ്ട്രോഫിസിക്സ്. അപ്പൊ ഇൻട്രസ്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ആസ്ട്രോഫിസിക്സ് ആണ്. ആസ്ട്രോഫിസിക്സിൽ എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മീൻസ് റിസർച്ച് വഴി അങ്ങനെ വലിയ വലിയ വിവരങ്ങളിലേക്ക് പോകാനാണോ, അല്ല ആസ്ട്രോഫിസിക്സ് വേറെ എന്തെങ്കിലും ഡീവിയേഷൻ? ഇല്ല, മെയിൻലി ആസ്ട്രോഫിസിക്സ് ഫോക്കസ് ആക്കിയിട്ടാണ് PhD പോസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ പോകാനാണ് വലിയ വലിയ. അപ്പം ഇന്ത്യന്റെ പുറത്തുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ആസ്ട്രോഫിസിക്സിന്റെ വലിയ കാര്യങ്ങൾ പഠിത്തമെന്ന് ഞങ്ങൾ ആദ്യം പ്രാർത്ഥിക്കാം. അപ്പൊ ആദ്യത്തെ ഇൻട്രസ്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ആസ്ട്രോഫിസിക്സ് ആണ്. ഇപ്പൊ ഈ ആസ്ട്രോഫിസിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ചെറുപ്പം മുതൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ പല ഇൻസിഡൻസും ആയിരിക്കുമല്ലോ നമ്മളെ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഈ അങ്ങനെ എന്തെങ്കിലും സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ചെറുപ്പത്തിൽ തന്നെ എനിക്ക് സ്പേസിനെ പറ്റിയും സ്റ്റാഫിനെ പറ്റിയൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. +1 സമയത്ത് IIScയും DISCയും കൂടിയിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന് പറഞ്ഞ എക്സ്പീരിയൻ്റൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തിട്ടാകുമ്പോൾ ഈ IIScക്കാരുടെ ലെക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾ സ്കൈ വാച്ച് അങ്ങനത്തെ പരിപാടി സ്കൈ വാച്ച് അതില് വലിയൊരു ടെലിസ്കോപ്പ് ഉണ്ടായി. അതിൽ ഞാൻ ജൂപ്പിറ്ററിന്റെ റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ കുറെ ദിവസങ്ങളിൽ രാത്രികളിൽ സ്കൈ നോക്കി 2 days 2 nights. അപ്പൊ ജാമില് ഓൾ ഇന്ത്യ റാങ്ക് 82, ഗേറ്റില് ഒരു BSc സ്റ്റുഡന്റിനെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റാങ്ക്, IUCA എന്ന് പറഞ്ഞാൽ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിന്റെ എൻട്രൻസ് ആയ ഇനാറ്റില് നല്ല റാങ്ക്. അങ്ങനെ ഒരുപാട് റാങ്കുകൾ ഈ കഴിഞ്ഞ വർഷമായിട്ട് ആദ്യത്തെ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ റാങ്കുകൾ നേടുന്നതിന്റെ പുറകിൽ വലിയ കഠിനാധ്വാനം ഉണ്ടാവും, അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടാവും, ഹാർഡ് വർക്ക് ഉണ്ടാവും, പിന്നെ ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, ഇതേപോലെ ജാം പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന BSc സ്റ്റുഡൻസിനും ഇതേപോലെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അവർക്ക് കുറെ സംശയങ്ങളുണ്ടാവും. ഇതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എപ്പോഴാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്, അങ്ങനെ പല ചോദ്യങ്ങളും അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എപ്പോഴാണ് ഒരു BSc സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് ഏറ്റവും നല്ലത് എപ്പോഴാണ്? അതായത് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതാണോ, അല്ലെ ഏത് ഇയറിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്? ആദ്യത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയം ഏതാ? ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ജാം ക്വാളിഫൈ ചെയ്യാന്ന് പലപ്പോഴും ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുന്ന കുറെ കുട്ടികളുണ്ടാവും. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, കാരണം ഇമ്പോസിബിൾ അല്ല, ബട്ട് ഹാർഡാണ്. കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചെയ്യുന്ന സമയത്ത്. ബട്ട് അതിനൊക്കെ തരണം ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ ക്വാളിഫൈ ആവുന്നത് ബേസിക്കലി. അപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പെർസിസ്റ്റന്റ് ആവാം.
എന്നാലാണ് ഒരു നല്ല റാങ്ക് ഒക്കെ കിട്ടാൻ. അടുത്ത എനിക്ക് ആദിത്യനോട് ചോദിക്കാനുള്ളത് മീൻസ് അത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം ആദിത്യന് ഇപ്പം 100-നുള്ളിൽ റാങ്ക് ഉണ്ട്. ഇന്ത്യയിലെ ഓൾ ഇന്ത്യ റാങ്ക് 100 ബിലോ എന്ന് പറഞ്ഞ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതേപോലെ നമ്മളിപ്പം ബെഞ്ചിലെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സിലായിട്ട് നമുക്ക് 7 കുട്ടികൾ 100-നുള്ളിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇത്രയും മലയാളി കുട്ടികൾ ഈ ജാമിൽ ഇത്രയും നല്ല റാങ്കുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാലും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ മിക്കവരും ഇങ്ങനെ ഒരു ജാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടോ ഇങ്ങനെ ജാം അവരുടെ ഒരു എയിം ആയിട്ട് വരുന്നില്ല, ഒരു ആംബിഷൻ ആയിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും അവരോട് എന്താണ് ആദ്യത്തിന് പറയാനുള്ളത്? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ആദ്യം പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് കൂടുതൽ മെജോറിറ്റി സ്റ്റുഡൻസ് അങ്ങനെ ആയിരിക്കും അല്ലെ? അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ. അപ്പം പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിരുന്നില്ല ആ സമയത്ത്. സോ എനിക്കൊരു വർഷം ഗ്യാപ്പ് ഇയർ എടുക്കേണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബെൻസിലേക്ക് വന്നിട്ട് പിന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് ബെൻസിൽ വന്ന് ഒരു വർഷം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യം പ്രിപ്പയർ ചെയ്തത്. അതിന് മുമ്പേ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒരു വർഷം ഇതിനായിട്ട് മാറ്റി വെക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അടുത്തായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് പിന്നെ ഏതെല്ലാം ഏരിയസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പഠിക്കുമ്പോൾ? ഫിസിക്സിൽ 7 ഏരിയസ് ആണല്ലോ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഏത് ഏരിയയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഏത് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് എന്നൊക്കെയാണ് എനിക്ക് അടുത്തായി ചോദിക്കാനുള്ളത്. ഒരു നല്ല റാങ്ക് ഒക്കെ 100-ന് ബിലോ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ടോപ്പിക്സും ഒന്ന് കറക്റ്റ് പഠിച്ചിട്ട് പോയാൽ അതിനൊക്കെ സാധിക്കും. ബട്ട് ഞാൻ മെയിനായിട്ട് നോക്കിയതെന്ന് വെച്ചാൽ ലൈക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ്, EMT എന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, പിന്നെ വേവ് ഒപ്റ്റിക്സ് ഒക്കെ. ഇതിനൊക്കെ കുറച്ച് ക്വാണ്ടം മെക്കാനിക്സും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ കുറച്ച് വെയിറ്റേജ് ഉണ്ട്. കാരണം പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഈ സബ്ജക്റ്റിൽ നിന്നായിരിക്കും കുറച്ച് ചോദ്യങ്ങൾ വരാണ്. അപ്പോൾ ഇതൊക്കെ വെയിറ്റേജ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘട്ടമാണ്. എന്ന് വെച്ചാൽ ലൈക്ക് വെറുതെ ഒരു ചോദ്യപേപ്പർ എടുത്ത് വെറുതെ സോൾവ് ചെയ്യുന്നതിനെ കൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ ഒരു ടൈം വെക്കാം, ഇത്ര മണിക്കൂർ കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. അറിയാത്തത് ഒക്കെ നമ്മൾ വീണ്ടും ഒന്നും കൂടി ചെയ്യാം. 2-3 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി അതേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അങ്ങനെ ഒരു 10 ഇയർ പേപ്പേഴ്സ് ഒക്കെ ചെയ്താൽ നമുക്ക് നല്ലൊരു എക്യുപ്ഡ് ആയിരിക്കും നമ്മൾ. ആദ്യം ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അവസാനത്തേക്ക് ആകുമ്പോഴേക്കും? എൻഡിങ് ഞാൻ അറൗണ്ട് ഒരു 20-30 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്റർ ഒരു സബ്ജക്റ്റിൽ നിന്ന് ചെയ്യാറുണ്ട് ഡെയിലി. അത് അങ്ങനെ 30 ചാപ്റ്ററിൽ എത്ര ചാപ്റ്റർ? ഒരു ദിവസം 30 ക്വസ്റ്റ്യൻ ആ രീതിയിൽ. ഒരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പഠിക്കാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ വെറും തിയറി പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ പുതിയ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം പറഞ്ഞത്. നമ്മളിങ്ങനെ വെറും പ്രിപ്പറേഷൻ തിയറി പഠിക്കുക എന്നുള്ളതല്ല ഇങ്ങനത്തെ കോമ്പറ്റീറ്റീവ് എക്സാമിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ റാങ്കുകൾ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ച ഒരാൾ എങ്ങനെ ബെൻസിലിനെ പറ്റി അറിഞ്ഞു, എന്തുകൊണ്ട് ബെൻസിൽ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഏകദേശം 1 മാസം ഞാൻ ഏതൊക്കെ കോച്ചിങ് സെന്റർ ഉണ്ട്, പിന്നെ സെൽഫ് സ്റ്റഡി ചെയ്യണോ, ഇതൊക്കെ ഞാൻ ആലോചിച്ചതാണ്. അപ്പോഴാണ് എൻ്റെ ചേച്ചി ഹു ഡിഡ് PG ഇൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അവളുടെ ഫ്രണ്ട് ഇവിടെ കെമിസ്ട്രി ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവൻ വഴിയാണ് എൻ്റെ ചേച്ചി പറഞ്ഞു ഇങ്ങനൊരു ബെൻസിൽ എന്ന് പറഞ്ഞൊരു കോച്ചിങ് സെന്റർ ഉണ്ട്, അവിടെ നല്ല കോച്ചിങ് ആണ്, അപ്പോൾ കേരളത്തിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യുകയും ഇങ്ങോട്ട് വന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യം ബെൻസിൽ ചൂസ് ചെയ്തു, ബെൻസിലെത്തി. അതായത് ഈ ജാമിന്റെ എൻട്രൻസിന് വേണ്ടിയിട്ട് ബെൻസിൽ ചൂസ് ചെയ്തതിൽ ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവില്ല. കാരണം എല്ലാ എക്സാമിനും അതിന് വളരെ നല്ല റാങ്കുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ റാങ്കുകളിൽ കിട്ടുന്നതിൽ ബെൻസിലിന്റെ റോൾ എത്രമാത്രം ഉണ്ടായിരുന്നു? ആദ്യത്തിന് ഈ ഇത്ര റാങ്കുകളിലേക്ക് എക്യുപ്ഡ് ആക്കുന്നതിൽ ബെൻസിലിന്റെ റോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ബെൻസിൽ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ കാര്യങ്ങളിൽ ആദ്യം സാറ്റിസ്ഫൈഡ് ആണോ? അത് എങ്ങനെയാണെന്ന് പറയൂ. ബെൻസിൽ വളരെ വലിയ റോള് ചെയ്തിരുന്നു. മെയിൻലി ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, രണ്ടാമത്തത് ഇവിടുത്തെ ടീച്ചർമാരുടെ അപ്രോച്ചും എല്ലാം നല്ലൊരു രീതിയിലായിരുന്നു. ലൈക്ക് ഏത് സമയത്ത് ഡൗട്ട് ചോദിക്കാൻ വിളിച്ചാലും ടീച്ചേഴ്സ് റെസ്പോണ്ട് ചെയ്തു.
മെയിൻലി സഫ്ന മിസ്സും നബീൽ സാറൊക്കെ നല്ല രീതിയിൽ ഡൗട്ടൊക്കെ സോൾവ് ചെയ്തതാണ്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ പറ്റി പറഞ്ഞു. മീൻസ് ആസ് എ ടീച്ചർ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടുത്തെ വളരെ കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതിനെപ്പറ്റി എന്താണ്, നേരത്തെ പറഞ്ഞു തുടങ്ങി, പക്ഷെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിന് പ്രധാനപ്പെട്ട റോൾ എന്തായാലും ഉണ്ടാവും നമ്മളെ ഈ പഠനത്തിൽ. എന്താ ആദ്യത്തിന് അതിനെപ്പറ്റി പറയാനുള്ളത്? വളരെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു റൂമും വീടുമാണ്. നല്ലൊരു സൗകര്യത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ബേസിക്കലി ഒരു വാഹനത്തിന്റെ ശബ്ദം അങ്ങനത്തെ ഒന്നും ടൗൺ ഏരിയ അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു നല്ലൊരു രീതിയിലായിരുന്നു ഞങ്ങളുടെ പഠിത്തമൊക്കെ നടന്നത്. പിന്നെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലവും കൂടി, അത് നല്ലൊരു പച്ചപ്പും നല്ല പച്ചപ്പും എല്ലാ തോട്ടമൊക്കെ കാണുമ്പോൾ. പിന്നെ പൊതുവെ കമ്പാരിറ്റീവ്ലി മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ചൂടും വളരെ കുറവായിരുന്നു. നമുക്ക് എപ്പോഴും പഠിക്കാൻ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഈ അറ്റ്മോസ്ഫിയറിന് വലിയൊരു റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് ടീച്ചേഴ്സിന്റെയും ഈ അറ്റ്മോസ്ഫിയറിന്റെ അല്ലാതുള്ള മറ്റ് നമ്മുടെ സപ്പോർട്ടുകളും കൂടി ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഓൺലൈൻ സപ്പോർട്ടുകളും ആപ്പുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെൻസിലിന്റെ ആപ്പ് വളരെ ഉപയോഗമുണ്ടായിരുന്നു. അതിന്റെ ടെസ്റ്റ് സീരീസ് ആയാലും ടെസ്റ്റ് സീരീസ് കഴിഞ്ഞ് മുഖ്യമായിട്ടുള്ള അനാലിസിസ് ആയാലും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആദ്യത്തിന്റെ കഥ നിങ്ങൾ കേട്ടു. അപ്പൊ ഈ ഡിഗ്രി കഴിഞ്ഞ് ഈ ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ആദ്യത്തെ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. ആദ്യത്തിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ആസ്ട്രോഫിസിക്സിൽ വലിയ റിസർച്ചൊക്കെ നടത്തി വലിയ ഉയരങ്ങൾ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആശംസ ആദ്യത്തിന് കൊടുക്കാം. വലിയ നാസയിലോ ISROയിലോ ഒക്കെ പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ വലിയൊരു സയന്റിസ്റ്റ് ആയിട്ട് നമുക്ക് ആദ്യത്തിനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദിത്യ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.